ഒരു സവാളയും ഒരു മുട്ടയും വെച്ചൊരു കറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇനി ഈ സവാള നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം. സവാള ഞാൻ നാളായിട്ട് പിളർന്നിട്ടുണ്ട്. ഈ നാളായിട്ട് പിളർന്നെടുത്ത സവാള വളരെ ചെറിയായിട്ട് പൊടിയായിട്ടാണ് നമ്മളിതിന് അരിഞ്ഞെടുക്കുന്നത്. അതായത് ഒരു തോരൻ. ഈ സവാളയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നല്ല ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. കറികൾക്ക് ടേസ്റ്റ് കൂട്ടുക എന്നതിലുപരി ധാരാളം ഗുണങ്ങൾ അടങ്ങിയ ഒരു സാധനമാണ് ഈ സവാള. വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. സവാളയിലുള്ള സൾഫർ ഘടകങ്ങൾ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിച്ച് ഹൃദയാഘാതത്തിൻ്റെ സാധ്യത കുറയ്ക്കുന്നു. നമ്മളിപ്പോൾ ഒരു സാധനം എടുത്ത് ഒരു കറി വയ്ക്കുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ ഗുണമേന്മയെല്ലാം ഒന്നും അറിഞ്ഞല്ല കറി വയ്ക്കുന്നത്. കൈ കിട്ടുന്നതെടുത്ത് കറി വയ്ക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്നും സവാള ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇതുപോലൊരു തോരനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകണതിനും വലിയവർക്കായാലും ഒരു കറി നല്ല സ്വാദേറിയതും ഗുണമേന്മയുള്ളതുമായ ഒരു കറി തയ്യാറാക്കാം. ഇപ്പോൾ ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കാണുന്ന കൂട്ടത്തിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ സവാള പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തോരൻ നമ്മൾ തയ്യാറാക്കുമ്പോൾ സവാള എത്രത്തോളം പൊടിയാക്കുക അത്രത്തോളം നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഓർഗാനിക് സൾഫൈഡ് വിളർച്ചയ്ക്ക് പരിഹാരമാണ്. വിളർച്ച ഇല്ലാതാക്കാൻ സഹായിക്കും. കുട്ടികൾക്കൊക്കെ ഒരു ദിവസം ഒരു നേരമെങ്കിലും സവാള ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ മലബന്ധമുള്ളവർക്കും പൈൽസിൻ്റെ അസുഖമുള്ളവർക്കും പച്ച സവാള കഴിക്കുന്നത് പ്രയോജനമാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു അരമുറി തേങ്ങയാണ്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇനി അരച്ചുകൊണ്ട് വരണം. അല്ലാതെ കടുക് താളിക്കാനായിട്ട് ഇഞ്ചിയും പച്ചമുളകും മുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴിത് പാചകം ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച ശേഷം എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. മുളകും ഇട്ട് അപ്പോൾ നമ്മൾ ആ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. അതിൻ്റെ കാര്യം ഞാൻ ഓർത്തില്ല. എന്നാലും ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം. ഈ നല്ല ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ആ എണ്ണ ചൂടായപ്പം തന്നെ ഈ ലോ ഫ്ലെയിമിലാക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇനി ആ സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വളരെയധികം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഈ സവാള എന്ന് പറയുന്നത്. ദിവസം ഒരു നേരമെങ്കിലും നമുക്ക് സവാള ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതെല്ലാവർക്കും അറിയാം. നമ്മൾ അവിയലിലായാലും തോരനിലായാലും സവാള ചേർക്കും. എന്നാലും പച്ചയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ല ഒരു സാധനമാണ്. കഴിക്കാനും ടേസ്റ്റാണ്. അതിനാണ് ആഹാരത്തിൽ സലാഡ് തയ്യാറാക്കുമ്പോഴത്തേക്ക് തൈരിൻ്റെ കൂടെ പച്ച സവാള അരിഞ്ഞിട്ട് കഴിക്കുന്നത്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സവാള കഴിക്കാം. പച്ചയ്ക്ക് ഇതൊക്കെ ഇപ്പോൾ സവാള ഇച്ചിരി നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നല്ലപോലെ വാടട്ടെ.
ഇനി നമുക്ക് സവാളയിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അരപ്പ് കൂടെ ഇട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ചുറ്റി തോർത്തി എടുക്കണം സവാളയായിട്ട്. സവാള ഇപ്പോൾ നമുക്ക് തോരൻ്റെ പരുവത്തിന് വെന്തിട്ടുണ്ട്. എന്നാലും ഇത് നല്ലപോലെ ഇനി ഇതിനകത്ത് നമ്മൾ മുട്ട കാണിച്ചില്ലേ, ഇനി ഇതിനകത്ത് സാധനങ്ങൾ ചേർക്കാനുണ്ട്. അത് വെച്ചിട്ട് നല്ലതുപോലെ ഇത് ആയി വരണം. അരപ്പും സവാളയുമായിട്ട് നല്ലതുപോലെ ചേർന്ന് വരണം. എല്ലാം നമ്മളൊരു സൈഡിലോട്ട് മാറ്റിയാണ്, 4 സൈഡിലായിട്ട് 4 ചുറ്റും അങ്ങ് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ തീ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ലോ ഫ്ലെയിമിലാക്കി വെച്ച അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതുപോലെയാണ് ഇരിക്കേണ്ടത്. തീ നമ്മൾ കൂട്ടേണ്ട കാര്യമില്ല. എന്നാലും നമുക്ക് ആ സവാള നല്ലതുപോലെ അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആയി കിട്ടും. ഇല്ലെങ്കിൽ അങ്ങും ഇങ്ങും കരിഞ്ഞു പോകും. അപ്പോൾ ഈ മുട്ട ഉടച്ച് കുറേ ആയിട്ട് ഇതിലോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴും തീ നമ്മൾ കൂട്ടാൻ പാടില്ല. ഇപ്പം ഈ സമയത്ത് ഒട്ടും കൂട്ടാൻ പാടില്ല. പിന്നെ പെട്ടെന്നൊക്കെ തയ്യാറാക്കി എടുക്കുന്നവർക്കാണെങ്കിൽ സവാള പെട്ടെന്ന് തീ കൂട്ടി വേവിച്ചെടുക്കാം, നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം, നല്ലതുപോലെ ഇളക്കി കൈയെടുക്കാതെ ഇളക്കിയൊക്കെ തയ്യാറാക്കിയെടുക്കും. പക്ഷേ മുട്ട ഉടച്ചൊഴിക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ ശ്രദ്ധിക്കണം. തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം. അല്ലെങ്കിൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടാൻ പാടായിരിക്കും. മുട്ട വേറെ സവാള വേറെ അരപ്പ് വേറെ ആയിട്ടിരിക്കാൻ പാടില്ല. വളരെ ടേസ്റ്റി ആയൊരു തോരനാണിത്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. വളരെ ചിലവ് കുറവാണ്, വളരെ ഗുണമുള്ളൊരു സാധനമാണ്. ഇപ്പം ഈ ഒരു സവാളയും ഒരു മുട്ടയും കൊണ്ട് തന്നെ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള തോരൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ പിടിച്ചില്ലേ പിന്നെ പോക്കാം. ഇപ്പോഴും നമ്മളെ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഈ മുട്ട നമ്മൾ ഉടച്ചൊഴിക്കുമ്പോഴത്തേക്ക് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ പ്രയാസമായിട്ട് തോന്നുന്നെങ്കിൽ നമ്മൾ ഏത് എണ്ണയാണോ കടുവറുക്കാൻ ഉപയോഗിച്ച് ആ എണ്ണ ശകലം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ആ മുട്ട ഇനി ഇളവി വന്നോളൂ. അപ്പോഴും നമുക്കിനി ഇതിലോട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ആദ്യമേ നേരത്തെ പറഞ്ഞായിരുന്നു, തീ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അവസാനം വരെ. ഇപ്പോൾ മുട്ടയും സവാളയും കൊണ്ടുള്ള സ്വാദിഷ്ടമായ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഈ സവാള 2 എണ്ണം എടുത്താലും നിങ്ങൾക്ക് ഈ ഒരു മുട്ട കൊണ്ട് തന്നെ തയ്യാറാക്കാവുന്നതാണ്. സാധു കേട്ടോ, ഭയങ്കര ടേസ്റ്റി ആയൊരു തോരനാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.